നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അബുദാബിയിൽ പുതിയ ടോൾ നിരക്കുകൾ പ്രാബല്യത്തിൽ. ഗതാഗത നിയമങ്ങൾ കർശനമാക്കും. അബുദാബിയിലെ റോഡുകളിൽ പുതിയ ടോൾ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. തിരക്കേറിയ സമയങ്ങളിൽ ഓരോ തവണ ടോൾ ഗേറ്റ് കടന്നു പോകുമ്പോഴും 4 ദിർഹം ഈടാക്കും. ടോൾ നിരക്ക് 6 മാസത്തിനിടെ 400 ദിർഹമിൽ കൂടില്ല. തിരക്കില്ലാത്ത സമയങ്ങളിൽ ടോൾ ഈടാക്കില്ല. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും വാഹനങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഉറപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമം. ദുബായ് വിമാനത്താവളത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി. വിമാനത്താവളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിരീക്ഷണം കർശനമാക്കി. ഭീകരാക്രമണ ഭീഷണികൾ നേരിടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനാണ് അധികൃതരുടെ തീരുമാനം. വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ വിവരങ്ങൾ വേഗത്തിൽ പരിശോധിക്കാനും സംശയാസ്പദമായ നീക്കങ്ങൾ നിരീക്ഷിക്കാനും പുതിയ സാങ്കേതിക വിദ്യ സഹായിക്കും. സൗദി അറേബ്യയിൽ ശരത്കാലം ആരംഭിച്ചു. താപനില കുറയും. റിയാദ്. സൗദി അറേബ്യയിൽ ശരത്കാലം ആരംഭിച്ചതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില കുറഞ്ഞു തുടങ്ങും. പകൽ സമയങ്ങളിൽ ചൂട് അനുഭവപ്പെടുമെങ്കിലും രാത്രി താപനിലയിൽ വലിയ കുറവുണ്ടാവും. ഇത് പ്രവാസികൾക്കും സ്വദേശികൾക്കും വലിയ ആശ്വാസമാണ്. നവംബർ മാസം മുതൽ താപനില ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദിയിൽ ആംബുലൻസ് പോലെയുള്ള അത്യാവശ്യ വാഹനങ്ങളെ പിന്തുടർന്നാൽ കനത്ത പിഴ. ആംബുലൻസ്, ഫയർ സർവീസ് തുടങ്ങിയ അത്യാവശ്യ വാഹനങ്ങളെ പിന്തുടരുന്നത് കുറ്റകരമാണെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് കനത്ത പിഴയും ശിക്ഷയും ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അത്യാവശ്യ വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നത് രോഗികളുടെയും അപകടത്തിൽപ്പെടുന്നവരുടെയും ജീവന് ഭീഷണിയാണെന്ന് മുറൂർ ചൂണ്ടിക്കാട്ടി. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.